നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചാനൽ സെന്റ് വിഷാദ ബൈ സെൻട്രിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ എന്നതിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അനുജ് ആണ്. നിങ്ങൾ ഇപ്പോൾ NCM സീസ് 21 എപാസ് ഫോർ ഷ്യൂർ വീഡിയോകൾ കാണുകയാണ്. NCMയുടെ PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയ്ക്കായാണ് ഞങ്ങൾ ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത്. ഇതിനകം 9 അധ്യായങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇത് ആണ് 10ാം അധ്യായം, പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രകടന മാപനവും മൂല്യനിർണ്ണയവും. അതിനാൽ ഇത് 10ാം അധ്യായമാണ് NCM സീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ. നമുക്ക് ഈ പട്ടികയിലൂടെ ഇന്ന് ഈ അധ്യായത്തിൽ എന്തെല്ലാം പഠിക്കാനാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അധ്യായം 10 പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രകടനമാപനവും മൂല്യനിർണ്ണയവും. അതിനാൽ ഈ അധ്യായത്തിൽ ഇന്ന് നാം വിവിധ രീതികളിൽ റിട്ടേൺസ് എങ്ങനെ കണക്കാക്കാം എന്ന് കാണും. റിട്ടേൺസ് നാം എങ്ങനെ കണക്കാക്കുന്നു എന്നത് നാം പരിശോധിക്കും. റിസ്ക് കണക്കാക്കാനുള്ള വിവിധ രീതികൾ, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ കണക്കാക്കാനുള്ള വിവിധ രീതികൾ, ബെഞ്ച്മാർക്കിംഗിന്റെയും പിയർ ഗ്രൂപ്പ് വിശകലനത്തിന്റെയും പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു എന്നതും നാം കാണും. PMS നിക്ഷേപകരോട് പ്രകടനം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു PMS നിക്ഷേപകർക്ക് പ്രകടനം എങ്ങനെ കാണിക്കണം എന്നതും നാം പഠിക്കും. കൂടാതെ ജിപ്സ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്നതിനെക്കുറിച്ചും ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്നതും നാം പഠിക്കും. അപ്പോൾ തുടങ്ങാം മേസൺ സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ 10ാം അധ്യായം. ആദ്യം വരുന്നത് പ്രകടനം നിർവചിക്കാൻ ഉപയോഗിക്കുന്ന പാരാമീറ്ററുകൾ, അതായത് റിസ്ക്കും റിട്ടേണും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് യഥാർത്ഥത്തിൽ എന്താണ്. നമുക്ക് നോക്കാം. പ്രകടനത്തിന്റെ അളവുകളും മൂല്യനിർണ്ണയവും ചെയ്യുമ്പോൾ മനുഷ്യരുടെ സ്വഭാവം സാധാരണയായി റിട്ടേണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നാം ഒരു കാലയളവിൽ സമ്പാദിച്ച റിട്ടേൺ, കുറച്ച് റിസ്ക് എടുത്ത് നാം സമ്പാദിച്ച റിട്ടേൺ. എന്നാൽ ശരിയായ പ്രകടന അളവെടുപ്പ് എങ്ങനെയായിരിക്കണം? അത് നിക്ഷേപത്തിന്റെ റിസ്ക്കും റിട്ടേണും രണ്ടും പരിഗണിക്കണം. അപ്പോൾ നാം പ്രകടനം എങ്ങനെ അളക്കണം? അത് നമുക്ക് റിസ്ക്കും അളക്കണം, റിട്ടേണും അളക്കണം. ഇരുവിധ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. അതായത് നാം നിക്ഷേപം നടത്തിയ സമയത്തിനിടയിൽ ലഭിച്ച റിട്ടേൺ, ആ റിട്ടേൺ നേടാൻ നാം എത്ര റിസ്ക് എടുത്തു എന്നത്. അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രകടനത്തിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ റിസ്ക്കും റിട്ടേണും സംബന്ധിച്ചുള്ള ചില പാരാമീറ്ററുകൾ ഈ അധ്യായത്തിൽ നാം പഠിക്കും. ഏറ്റവും ആദ്യം വരുന്നത് ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ ആണ്. നോക്കൂ, ഏറ്റവും നേരിയതും സുതാര്യവുമായ റിട്ടേൺ നിരക്ക് ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ ആണ്. ഏറ്റവും നേരിയതും സുതാര്യവുമായ റിട്ടേൺ നാം ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. ഇത് പൊതുവെ ടോട്ടൽ റിട്ടേൺ എന്നും പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ എന്നും അറിയപ്പെടുന്നു. ഞാൻ എത്ര പണം നിക്ഷേപിച്ചു, ഇന്ന് അതിന്റെ മൂല്യം എത്രയായി എന്നതാണ് ഇതിന്റെ അർത്ഥം. അതിനാൽ ഇതാണ് ടോട്ടൽ റിട്ടേൺ, അതായത് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ. ലളിതമായ ഭാഷയിൽ ഇതാണ് അതിന്റെ അർത്ഥം. അത് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനവും നിക്ഷേപം കൈവശം വെച്ചിരുന്ന കാലയളവിൽ അതിന്റെ മൂല്യത്തിൽ ഉണ്ടായ മാറ്റവും ചേർത്തന്റെ മൊത്തം ആകുന്നു. അതിനാൽ നമുക്ക് നിക്ഷേപം വഴി ലഭിച്ച വരുമാനവും നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ ഉണ്ടായ മാറ്റവും രണ്ടും ഇതിൽ ഉൾപ്പെടും. തുടക്കത്തിലെ മൂല്യത്തിൽ നിന്ന് കണക്കാക്കി ഇത് ശതമാനമായി പ്രതിവർഷം കാണിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ മാർക്കറ്റ് മൂല്യം ഏപ്രിൽ 1-ന് 1,00,000 രൂപയാണെങ്കിൽ മാർച്ച് 31, 2019 അതേ പോർട്ട്ഫോളിയോയുടെ മാർക്കറ്റ് മൂല്യം 1,20,000 രൂപയായിരിക്കുന്നു എങ്കിൽ നിക്ഷേപകൻ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ 20% നേടുകയായിരിക്കും. സാധാരണയായി നാം ഈ സമവാക്യം ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു സമവാക്യം വന്നപ്പോൾ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ 1,00,000 20,000 മൈനസ് 1,00,000 ഡിവൈഡ് ബൈ 1,00,000 20% വരും. അതിനാൽ 20,000 1,00,000 കൊണ്ട് വിഭജിച്ചാൽ 20% ലഭിക്കും. അതിനാൽ ഹോൾഡിംഗ് പീരിയഡിന്റെ ഫോർമുല വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ആരംഭ മൂല്യവും അവസാന മൂല്യവും തമ്മിലുള്ള വ്യത്യാസം ആരംഭ മൂല്യത്തിൽ വിഭജിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ. ഈ ഉദാഹരണത്തിൽ അത് 20%. ഇതിൽ നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ചോദ്യങ്ങൾ വളരെ നേരിയതായിരിക്കും. നേരിട്ട് ചോദിക്കുന്നതായിരിക്കും കൂടുതലും. ഒന്നിന്റെ ചോദ്യങ്ങൾ വരും. അതിനാൽ കൂടുതലായ കണക്കുകൂട്ടലുകൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാൽ നേരിട്ട് ഉത്തരം നിങ്ങൾ ഇതിൽ നൽകാം. ഇപ്പോൾ നാം ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും കുറിച്ച് സംസാരിക്കാം. ഇനി നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന്. ഒന്നിലധികം ഹോൾഡിംഗ് കാലയളവുകളിലെ വരുമാന നിരക്ക് നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്നു. അതിനാൽ പല ഹോൾഡിംഗ് കാലയളവുകളിലുമുള്ള റിട്ടേണുകൾ എന്തൊക്കെയാണെന്ന് നാം നോക്കാം. ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഉദാഹരണത്തിന് ഒരു പോർട്ട്ഫോളിയോ 2015 മുതൽ 2019 വരെ താഴെ പറയുന്ന വാർഷിക റിട്ടേണുകൾ സൃഷ്ടിച്ചു. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നതുപോലെ. ഈ ടേബിളിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേണുകൾ കാണാം. 2015-ൽ -5, 16-ൽ -15.20, 2017-ൽ 8% പോസിറ്റീവ്, 2018-ൽ 30%, 2019-ൽ 17.65%. അതിനാൽ ഉദാഹരണത്തിന് ഒരു നിക്ഷേപകൻ പോർട്ട്ഫോളിയോയിലേക്ക് 75,000 രൂപ വർഷത്തിന്റെ തുടക്കത്തിൽ നിക്ഷേപിച്ചുവെന്ന് കരുതുക. കൂടാതെ നിക്ഷേപകൻ വീണ്ടും 75,000 രൂപ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നിക്ഷേപകന്റെ നിക്ഷേപ സംഭാവന എത്രയാണെന്ന് നോക്കാം. 2015-ൽ 5,000, 2016-ൽ 10,000, 2017-ൽ 15,000, 2018 20,000, 2019 25,000. ഇവയാണ് അവന്റെ സംഭാവനകളും റിട്ടേണുകളും.
അപ്പോൾ 5 വർഷത്തെ ഹോൾഡിംഗ് പീരിയഡിന്റെ റിട്ടേണുകളും 5 വർഷത്തെ നിക്ഷേപ സംഭാവനയും ചേർത്ത് നോക്കുമ്പോൾ ആൾ ആ 5 വർഷത്തിനിടയിൽ 75,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? ഇപ്പോൾ നോക്കാം. 2019 അവസാനം നിക്ഷേപം വളർന്ന് ഈ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന പോലെ 1,05,009 രൂപ 22 മാറിയേനെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പട്ടികയിൽ കാണാം 2015 മുതൽ 2019 വരെ അവർ 5,000, 10,000, 15,000, 20,000, 25,000 എന്നിങ്ങനെ നിക്ഷേപിച്ചിരുന്നതും ആ കാലയളവിൽ ലഭിച്ച റിട്ടേൺസ് യഥാക്രമം -5, 15, 8, 30, 17 ആയിരുന്നുവെന്നും അങ്ങനെ റിട്ടേൺസ് രൂപപ്പെട്ടുവെന്നും അതിനുശേഷം പോർട്ട്ഫോളിയോയുടെ മൂല്യം കാലയളവിന്റെ ആരംഭത്തിൽ എത്രയായിരുന്നു എന്നും കാലയളവിന്റെ അവസാനം എത്രയായിരുന്നു എന്നും ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് പറയുന്നത് അവസാനത്തിൽ 1,05,920 രൂപയായി വളർന്നപ്പോൾ ആ 5 വർഷ കാലയളവിൽ എത്ര ടോട്ടൽ റിട്ടേൺ ലഭിച്ചു എന്നതാണ്. ഇപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എത്ര റിട്ടേൺ ലഭിച്ചു എന്നതാണ് നോക്കേണ്ടത്. വ്യത്യസ്ത സംഭാവനകളും വ്യത്യസ്ത മൂലധന സംഭാവനകളും ആ പ്രത്യേക കാലയളവിൽ വ്യത്യസ്ത റിട്ടേണുകളും ഉണ്ടായി. ആരംഭ മൂല്യവും അവസാന മൂല്യവുമുണ്ട്. പക്ഷേ എക്സാക്റ്റായി നമുക്ക് എത്ര റിട്ടേൺ ലഭിച്ചു എന്നത് നാം ഇതിൽ കാണാം. അതിനാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ടെർമിനൽ മൂല്യം, അതായത് 1,05,000 എന്നത് കണക്കാക്കുമ്പോൾ 2020 ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അതേ കാര്യത്തിനായി നാം കണക്കാക്കാം. ഇതിൽ RR, അതായത് നാം RR എന്ന് വിളിക്കുന്നതാണിത്. RR എന്നതിനെ തന്നെയാണ് നാം വിളിക്കുന്നത്. RR എന്നത് മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്ററുകളിലും സ്പ്രെഡ്ഷീറ്റുകളിലും ഇതിന് വളരെ നല്ല ഫംഗ്ഷനുകൾ ഉണ്ട്. RR നാം എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അതിനാൽ ഒരു രീതിയിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇവിടെ ലഭിക്കും. ഈ ഫോർമുല ഉപയോഗിച്ച് നാം ഡിസ്കൗണ്ട് ചെയ്തതാണിത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമായിരുന്നു. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന ഫോർമുല 15.15% ഈ രീതിയിൽ നാം RR കണക്കാക്കാം. അതായത് ഈ പോർട്ട്ഫോളിയോയിലൂടെ നമുക്ക് എത്ര ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. കാരണം ഇതിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത തുകകൾ വരുന്നു, കാഷ് ഫ്ലോകൾ പോകുന്നു, ഓരോ വർഷത്തെയും റിട്ടേൺ വ്യത്യസ്തമാണ്. അതിനാൽ ഈ രീതിയിൽ നമുക്ക് RR കണക്കാക്കേണ്ടതാണെങ്കിൽ RR 15.15%, 15.15% ആയിരിക്കും. ഇപ്പോൾ നാം NWRR എന്നത് അഥവാ മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് ഒരു വർഷത്തെ റിട്ടേൺ നിരക്കാണ്. അതിൽ കമ്മ്യൂണിക്കേറ്റീവ് കോൺട്രിബ്യൂഷനുകൾ അളവെടുപ്പ് കാലയളവിൽ വളരുന്നു. അതിനാൽ കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ എന്ത് രീതിയിലാണ് അവ വളർന്നത് അളവെടുപ്പ് കാലയളവായ 5 വർഷത്തിനുള്ളിൽ? അതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് ക്യാഷ് ഫ്ലോയുടെ സമയത്തെയാണ് ആശ്രയിക്കുന്നത്. നാം എടുത്ത ഉദാഹരണം പോലെ നിങ്ങൾ അതേ തുകയായ 7,500 രൂപയുടെ സംഭാവനയുടെ ക്രമം മറിച്ചാൽ അപ്പോൾ നമ്മുടെ NWRR, അതായത് മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അത് മാറ്റം വരും 10.21%. അപ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോകൾ എങ്ങനെയുണ്ടായിരുന്നുവോ അതിനെ നാം മറിച്ചാൽ ഈ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇൻവെസ്റ്റർ 2015 2,250 രൂപ നിക്ഷേപിച്ചു. അതിനാൽ ആ ഉദാഹരണത്തിൽ നിന്നു ഈ ഉദാഹരണത്തിലേക്ക് ക്യാഷ് ഫ്ലോയെ നാം മറിച്ചിരിക്കുന്നു. ക്യാഷ് ഫ്ലോ മറിഞ്ഞതിന്റെ ഫലമായി ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് കാണൂ, അതും അതേപോലെയാണ്. ഈ രീതിയിൽ റിട്ടേൺസ് എങ്ങനെ വന്നുവെന്നും പിന്നെ പോർട്ട്ഫോളിയോയുടെ മൂല്യം എങ്ങനെയായിരുന്നു എന്നും നോക്കൂ. കാലാവധിയുടെ അവസാനം പോർട്ട്ഫോളിയോയുടെ മൂല്യം 1,07,900 രൂപയാണ്. ഇപ്പോൾ മണി വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഹീറോവും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 10.21%. അതിനാൽ കാഷ് ഫ്ലോയുടെ ടൈമിംഗിന്റെ സ്വാധീനമില്ലാതെ അടിസ്ഥാന ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസ് കണക്കാക്കാൻ മറ്റൊരു മാർഗമുണ്ട്. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കാം. അതായത് നമുക്ക് അടിസ്ഥാന ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസ് കണക്കാക്കേണ്ടതാണെങ്കിൽ പക്ഷേ കാഷ് ഫ്ലോയുടെ ടൈമിംഗിന്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ നമ്മൾ കണക്കാക്കും. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് അതാണ് നിർവചിച്ചിരിക്കുന്നത്. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് ഒരു കണക്കാക്കൽ രീതിയാണ്. ഇത് ഓരോ കാലയളവിലും നിക്ഷേപത്തിന്റെ റിട്ടേൺ കണക്കാക്കുകയും സാധാരണയായി ക്ലയന്റ് നിർണ്ണയിക്കുന്ന ബാഹ്യ കാഷ് ഫ്ലോകളുടെ സ്വാധീനം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ക്ലയന്റ് നിർണ്ണയിക്കുന്ന ബാഹ്യ കാഷ് ഫ്ലോകൾ ഈ സ്വാധീനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. അതിനാൽ ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കുന്നത് ഓരോ കാലയളവിലെയും റിട്ടേൺസ് മാത്രമാണ്. അതാണ് സാധാരണയായി ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കണക്കാക്കി നൽകുന്നത്. ഇത് പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രത്യേക തന്ത്രം അനുസരിച്ച് ആസ്തികൾ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു. TWRR എന്നത് നിശ്ചിത കാലയളവിൽ സമ്പൂർണ്ണമായും കണക്കാക്കുന്ന സംയുക്ത റിട്ടേൺ നിരക്കാണ്. അപ്പോൾ TWRR എന്താണ് എന്നാൽ ഇത് ഒരു വിധത്തിൽ നിശ്ചിത കാലയളവിലെ സംയുക്ത റിട്ടേൺ നിരക്കാണ്. നമ്മുടെ ആ സ്റ്റേറ്റസ് പീരിയഡിൽ അതൊരു വിധത്തിൽ സംയുക്ത റിട്ടേൺ ആണ്. TWRR അല്ലെങ്കിൽ ടൈം വെയ്റ്റഡ് റിട്ടേൺ ഓഫ് റിട്ടേണിൽ ഓരോ തവണയും ഒരു ബാഹ്യ കാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ പോർട്ട്ഫോളിയോയുടെ മൂല്യം കണക്കാക്കും. അതിനാൽ ബാഹ്യ കാഷ് ഫ്ലോ ഇല്ലെങ്കിൽ TWRR ഹോൾഡിംഗ് പീരിയഡ് റിട്ടേണിന് സമാനമാണ്. അതിനാൽ ഏതെങ്കിലും ബാഹ്യ കാഷ് ഫ്ലോ വരുമ്പോൾ ഓരോ തവണയും അതിൻ്റെ മൂല്യം കണക്കാക്കും. എന്നാൽ ബാഹ്യ കാഷ് ഫ്ലോ ഇല്ലെങ്കിൽ അത് HPRന് സമാനമായിരിക്കും. എന്നാൽ ബാഹ്യ കാഷ് ഫ്ലോ ഉണ്ടാകുമ്പോൾ
TWRR ഓരോ കാലയളവിനും റിട്ടേണുകളുടെ ഒരു സെറ്റ് കണക്കാക്കേണ്ടതുണ്ട്. ഈ എല്ലാ കാലയളവിലെ റിട്ടേണുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണ് വാല്യുവേഷൻ കാലയളവിനുള്ള TWRR കണക്കാക്കുന്നത്. സെബി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റെഗുലേഷൻ 200/20 ഈ വിവരണം നിർദ്ദേശിക്കുന്നു. പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉപയോഗിച്ച് പ്രകടനം വെളിപ്പെടുത്തേണ്ടതാണ്. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ് അവർ പ്രകടന വെളിപ്പെടുത്തലിൽ കാണിക്കേണ്ടത്, അതും നേരത്തെ കഴിഞ്ഞ 3 വർഷത്തിനായി. അതിനാൽ കഴിഞ്ഞ 3 വർഷങ്ങളുടെ പ്രകടനം അവർക്ക് ടോയിൽ കാണിക്കേണ്ടതായിരിക്കും സെബി റെഗുലേഷൻസ് ആക്ട് 200/20 അനുസരിച്ച്. ഈ ചോദ്യം തീർച്ചയായും വരാം. ഈ ചോദ്യം ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോൾ നാം ഗ്രോസ് റിട്ടേൺസ് വേഴ്സസ് നെറ്റ് റിട്ടേൺസ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. മൊത്ത വരുമാനം എന്താണ്, അറ്റ വരുമാനം എന്താണ്? നമുക്ക് മനസ്സിലാക്കാം ഗ്രോസ് റിട്ടേൺ എന്നതും നെറ്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നതും എന്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. ഒരു ടേബിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിൽ നിന്ന് നമുക്ക് ഗ്രോസ് റിട്ടേൺ എത്രയാണെന്ന്, പിന്നെ അതിൽ നിന്ന് നെറ്റ് റിട്ടേൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ പോർട്ട്ഫോളിയോയുടെ താഴെ കാണുന്ന ഉദാഹരണം നോക്കാം. ഇത് കാണൂ, പോർട്ട്ഫോളിയോയുടെ വലിപ്പം ഏകദേശം 100 ലക്ഷം, അതായത് 1 കോടിയാണ്. മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് കാലാവധി 1 ആണ്. ലാഭം 20%, ഹഡിൽ റേറ്റ് 10%. മറ്റുള്ള ചെലവുകൾ ഇവയാണ്. ഫ്രണ്ട് ഫീസ് ഇല്ല, സെറ്റപ്പ് ഫീസ് ഇല്ല, സ്ഥിരമായ മാനേജ്മെന്റ് ചാർജ് 0.5%, പ്രകടന ഫീസ് ഹഡിൽ റേറ്റിന് മുകളിൽ 20%. എല്ലാ ഫീസുകളും കണക്കാക്കുന്ന ആവൃത്തി വാർഷികമാണ്. അതിനാൽ ഈ ഉദാഹരണത്തിലൂടെ നാം കണക്കുകൂട്ടാൻ ശ്രമിക്കാം. മൊത്ത വരുമാനവും അറ്റ വരുമാനവും താരതമ്യം ചെയ്യുമ്പോൾ. ഇനി നിക്ഷേപ കാലയളവിന്റെ തുടക്കത്തിൽ നൽകിയ മൂലധന സംഭാവന 1 കോടി രൂപയാണെന്ന് നോക്കൂ. ഇതിൽ നിക്ഷേപ കാലാവധിയുടെ തുടക്കത്തിൽ നിക്ഷേപിച്ച തുക 1 കോടി രൂപയാണ്. ഫ്രണ്ട് ഫീസ് കുറയ്ക്കുമ്പോൾ ആ ഫീസ് കുറച്ചാൽ ആസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഈ 1 കോടി രൂപയിലാകും. ഇപ്പോൾ ഫ്രണ്ട് ഫീസ് ഒന്നുമില്ല, അതിനാൽ 1 കോടി രൂപ തന്നെ വരും. നാം ലാഭം അല്ലെങ്കിൽ നഷ്ടം കൂടാതെ നിക്ഷേപ കാലയളവിൽ ഉണ്ടായ മാറ്റങ്ങൾ ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും, അതായത് 20,000 രൂപ, അതിനാൽ 20,000. ഇതിൽ നാം പോർട്ട്ഫോളിയോയുടെ ഗ്രോസ് മൂല്യം ഇൻഷുറൻസ് കാലാവധിയുടെ അവസാനം ചേർക്കും. ഈ ഉദാഹരണത്തിൽ അവർക്ക് 20 ലക്ഷം രൂപ ലാഭം ലഭിച്ചു, അതിനാൽ ഇൻഷുറൻസ് കാലാവധിയുടെ അവസാനം നിങ്ങളുടെ മൊത്തം തുക 1 കോടി 20 ലക്ഷം രൂപയായി. ഇതിൽ നിന്ന് മറ്റ് ചില ചെലവുകൾ, അതായത് 0.54% അധിക ചെലവ് കുറയ്ക്കും. ഇത് ഗ്രോസ് മൂല്യത്തിന്റെ 0.5%, അതായത് 60,000 രൂപ കുറയുന്നു. അങ്ങനെ മൊത്തം തുക ഏകദേശം 1 കോടി 11,40,000 രൂപയായി മാറുന്നു. സ്ഥിരമായ മാനേജ്മെന്റ് ഫീസ് ഏകദേശം 2% ഈടാക്കപ്പെടും, അതും ഇതിൽ നിന്ന് കുറയ്ക്കും. 1,65,000 രൂപ ഫീസ് നാം ഇതിൽ നിന്ന് കുറയ്ക്കും. അതിനുശേഷം പോർട്ട്ഫോളിയോയുടെ മൂല്യം ബാക്കി വരുന്നത് 1 കോടി 17,75,000 രൂപയാണ്. അതാണ് ആവശ്യമായ പോർട്ട്ഫോളിയോ മൂല്യം. ഇതേ പറഞ്ഞ ഹഡ്സ് റേറ്റ് 1 കോടി രൂപയായിരുന്നു, അതായത് നിങ്ങളുടെ 10 ലക്ഷം രൂപ കൂടി കുറയ്ക്കണം. അതിനുശേഷം ഓവർ പ്രോഫിറ്റിന്റെ 20% പ്രകടന ഫീസ് കുറയ്ക്കും. അതിനാൽ അധിക ലാഭം എന്നത് 1 കോടി 17,75,000 മൈനസ് 1 കോടി 10 ലക്ഷം എന്നിങ്ങനെയാണ്. ഇത് 20% വരുന്നത് അതിൽ നിന്ന് കുറച്ചാൽ പ്രകടന മാനേജ്മെന്റ് ഫീസ് ഈടാക്കിയ പോർട്ട്ഫോളിയോ മൂല്യം 1 കോടി 16,20,000 രൂപയായിരിക്കും. ഇപ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ലോഡ് നിരക്ക് 2% എക്സിറ്റ് ലോഡ് എങ്കിൽ എക്സിറ്റ് ലോഡ് കുറച്ചാൽ പോർട്ട്ഫോളിയോയുടെ മൂല്യം 1 കോടി 13,17,600 രൂപയായിരിക്കും. ഈ പോർട്ടൽ ചാർജുകൾ നമ്മുടെ A+, B+, C+, D എന്നിങ്ങനെയുള്ളവയിൽ ബാധകമാണ്. 6 ലക്ഷം രൂപയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ നെറ്റ് മൂല്യം. 1 കോടി 13,87,600 രൂപയാണ് നമുക്ക് ഇതിൽ നെറ്റായി ലഭിച്ചത്. എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം. ഗ്രോസ് റിട്ടേൺ കാണൂ. 1 ലക്ഷം 1 കോടി 20 ലക്ഷമിൽ നിന്ന് 1 കോടി എടുത്ത് അപ്പോൾ വിഭജിക്കുന്നത് 50 കോടി. നാം നിക്ഷേപിച്ച തുകയാണിത്. അതിനാൽ ഗ്രോസ് റിട്ടേൺ ഇവിടെ നേരിട്ട് നോക്കുമ്പോൾ 20% ആണ് ലഭിച്ചത്, ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ. ഇപ്പോൾ നെറ്റ് റിട്ടേൺ എന്നത് എല്ലാ ഫീസുകളും കണക്കാക്കിയ ശേഷമുള്ള ലാഭമാണ്. നാം കണ്ടത് 20% റിട്ടേൺ ആയിരുന്നു, പക്ഷേ എല്ലാ ഫീസുകളും കുറച്ചാൽ എനിക്ക് ലഭിക്കുന്നത് വെറും 13.88% റിട്ടേൺ മാത്രമാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ഉദാഹരണമാണ്. ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ചോദ്യം തീർച്ചയായും പരിശീലിച്ചു പോകണം. ഇപ്പോൾ നാം പ്രീ ടാക്സ് റിട്ടേണും പോസ്റ്റ് ടാക്സ് റിട്ടേണും കുറിച്ച് സംസാരിക്കാം. നമുക്ക് ലഭിക്കുന്ന റിട്ടേണുകൾ ടാക്സ് നൽകുന്നതിന് മുമ്പ് എത്രയായിരുന്നു, ടാക്സ് നൽകിയ ശേഷം എത്ര ബാക്കി വരും, നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തിക്ക് സ്റ്റോക്കിൽ 5% പ്രീ ടാക്സ് റിട്ടേൺ ലഭിക്കുന്നു. അതിന് 15% ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമാണ്. എന്നാൽ അവന്റെ പോസ്റ്റ് ടാക്സ് റിട്ടേൺ എത്രയാകും? പോസ്റ്റ് ടാക്സ് റിട്ടേൺ എന്നതിന്റെ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ ഓർമ്മിക്കേണ്ടി വരും. പ്രീ ടാക്സ് റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്ത് 1 മൈനസ് ടാക്സ് റേറ്റ്. ഇത് വളരെ ലളിതമായ ഫോർമുലയാണ്. നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ പോസ്റ്റ് ടാക്സ് റിട്ടേൺ ലഭിക്കും. അപ്പോൾ പോസ്റ്റ് ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് 5% മൾട്ടിപ്ലൈ ചെയ്ത് 1 മൈനസ് 15% ആകുന്നു, അതായത് 4.25%. അതായത് നിങ്ങൾ പ്രീ ടാക്സ് റേറ്റ് ആയി 5% നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ലഭിക്കും? പോസ്റ്റ് ടാക്സ് റിട്ടേൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 4.25% ആണ്.
ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിന് വരാം, അതിനാൽ ഒരിക്കലും വിട്ടുവിടരുത്. ഇപ്പോൾ നാം സംസാരിക്കാം കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റായ CAGR കുറിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം CAGR എന്നത് എന്താണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വാർഷിക വളർച്ചാ നിരക്കാണ്, സമയത്തിനിടയിൽ കമ്പൗണ്ടിംഗ് ഉൾപ്പെടെ. അതിനാൽ കമ്പൗണ്ടിംഗ് ഇഫക്റ്റ് ഉൾപ്പെടെ ആ പ്രത്യേക സമയളവിൽ നമ്മുടെ വാർഷിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. അത് തന്നെയാണ് CAGR നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് അനുമാനിക്കുന്നത് ഡിവിഡൻഡ് വരുമാനവും വാടകയും നിക്ഷേപത്തിൽ പ്രഖ്യാപിച്ചാൽ അതേ നിക്ഷേപത്തിലേക്ക് തന്നെ വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നു എന്നതാണ്. ഇത് അനുമാനിക്കുന്നത് നമുക്ക് ലഭിച്ച ഡിവിഡൻഡ്, വരുമാനം, വാടക എന്നിവ എല്ലാം അതേ നിക്ഷേപത്തിലേക്ക് തന്നെ അന്നത്തെ മാർക്കറ്റ് വിലയിൽ വീണ്ടും നിക്ഷേപിക്കപ്പെട്ടുവെന്നാണ്. അപ്പോൾ ഈ മുഴുവൻ നിക്ഷേപവും വീണ്ടും നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനുശേഷം ആ കാലയളവിൽ ലഭിക്കുന്ന വളർച്ചാ നിരക്കാണ് CAGR എന്ന് വിളിക്കുന്നത്. CAGRന്റെ ഫോർമുല നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. A/B 1/D - 1. ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നാൽ A എന്നത് ക്ലോസിംഗ് വെൽത്ത് ആണ്, P എന്നത് ഓപ്പണിംഗ് വെൽത്ത് ആണ്, T എന്നത് ടൈം പീരിയഡ് ആണ്. സിമ്പിളായി നമുക്ക് CAGR കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ നാം കാഷ് ഡ്രാഗ് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കുറിച്ച് സംസാരിക്കാം. പോർട്ട്ഫോളിയോ മാനേജർ പല കാരണങ്ങളാലും നിക്ഷേപകൻ നൽകിയ മുഴുവൻ മൂലധനം നിക്ഷേപിക്കാതിരിക്കാം. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് നിക്ഷേപകൻ നൽകിയ മൂലധനം മുഴുവൻ മാർക്കറ്റിൽ വിനിയോഗിക്കാനാവില്ല, പല കാരണങ്ങളാൽ. എങ്കിലും നിക്ഷേപ കാലയളവിലെ വരുമാനം കണക്കാക്കുമ്പോൾ നിക്ഷേപകൻ നൽകിയ മൂലധന സംഭാവന പരിഗണിക്കേണ്ടതാണ്. അതിനാൽ ലളിതമായി പറഞ്ഞാൽ നാം നിക്ഷേപ കാലയളവിനുള്ള റിട്ടേൺ കണക്കാക്കുമ്പോൾ നിക്ഷേപകൻ നൽകിയ മൂലധന സംഭാവന വീണ്ടും പരിഗണിക്കേണ്ടതുണ്ട്. അതിനാൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തെന്നാൽ പോർട്ട്ഫോളിയോ മാനേജർ എന്താണ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം അവർ റിട്ടേൺ കണക്കാക്കുമ്പോൾ കാഷ് ഘടകം ഉൾപ്പെടുത്തുന്നില്ല. അതിനാൽ കാഷ് റിട്ടേണിൽ ഉണ്ടാക്കുന്ന ഡ്രാഗ് അവഗണിക്കുന്നു. അതിനാൽ ഈ പ്രാക്ടീസ് തെറ്റുകൾ റിട്ടേൺസ് തെറ്റായി കാണിക്കുന്നതിന് കാരണമാകുന്നു. ഉദാഹരണത്തിൽ കാണുന്ന പോലെ. ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നോക്കൂ. ഒരു ഇൻവെസ്റ്റർ 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ നിക്ഷേപിച്ചു. മാനേജർ 75 ലക്ഷം രൂപ ഇക്വിറ്റിയിലും 25 ലക്ഷം രൂപ ലിക്വിഡ് ഫണ്ടുകളിൽ വെച്ചിരിക്കുന്നു. ആ കാലയളവിൽ ഇക്വിറ്റി എക്സ്പോഷർ 7.5 ലക്ഷം രൂപയുടെ റിട്ടേൺസ് ആണ് നൽകിയത്. അതേസമയം ലിക്വിഡ് ഫണ്ടുകൾ 4% റിട്ടേൺസ് ആണ് നൽകിയത്. അപ്പോൾ ആ നിക്ഷേപത്തിൽ നിന്നുള്ള മൊത്തം ലാഭം എത്രയാണെന്ന് നോക്കാം. ഡ്രാഗ് അവഗണിച്ചാൽ കാഷ് എക്സെപ്റ്റ് ചെയ്തത് 7.5 ലക്ഷം രൂപയാണ്. അതിനെ 75 ലക്ഷം രൂപയിൽ പങ്കിടുമ്പോൾ അത് 10%. 75 ലക്ഷം രൂപ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചപ്പോൾ അതിൽ നിന്ന് 7.5 ലക്ഷം രൂപ ലാഭം ലഭിച്ചു, അതായത് 10% ആണ് കാഷ് ഭാഗം അവഗണിച്ചാൽ. പക്ഷേ ഡ്രാഗ് പരിഗണിച്ച് കാഷ് എക്സെപ്റ്റ് ചെയ്തും ചേർത്താൽ നമ്മുടെ റിട്ടേൺ ഇവിടെ 8.5% കാരണം 25 ലക്ഷം രൂപയുടെ ലാഭത്തിൽ നിന്ന് 4% കൂടി ലഭിച്ചു. അതിനാൽ 10%, 75 ലക്ഷം പ്ലസ് 4% 25 ലക്ഷം. അതിനാൽ ഇത് 100 ലക്ഷം രൂപയിൽ 8.5%. അതിനാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല്യം 8.5%. ഇപ്പോൾ നാം ആൽഫയും ബീറ്റ റിട്ടേണുകളും കുറിച്ച് സംസാരിക്കാം. നമുക്ക് മനസ്സിലാക്കാം ആൽഫയും ബീറ്റയും എന്താണ് എന്ന്. കാണൂ, മിക്ക ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോകളും എന്താണ് ചെയ്യുന്നത്. ആൽഫയും ബീറ്റയും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. കൂടാതെ ഏത് പോർട്ട്ഫോളിയോയിൽ നിന്നുള്ള റിട്ടേണുകളും പ്രൈസിംഗ് മോഡൽ ഉപയോഗിച്ച് ആൽഫയും ബീറ്റ റിട്ടേണുകളായി വിഭജിക്കാം. മിക്കവാറും പ്രശസ്തമായ മോഡലിനെ KPM എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിംഗ് മോഡൽ. അതാണ് നമ്മുടെ ബീറ്റയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ KPM സിദ്ധാന്തം എന്താണ്? റിസ്ക് എന്നത് സിസ്റ്റമാറ്റിക് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ കഴിയാത്തത്. നമുക്ക് നോക്കാം KPMൽ ആവശ്യമായ റിട്ടേൺ നിരക്ക് എങ്ങനെ കണക്കാക്കാം എന്നത്. എന്താണ് ഫോർമുല? അപ്പോൾ KPM മോഡലിൽ ആവശ്യമായ റിട്ടേൺ നിരക്ക് എന്നത് RF + P ഗുണിച്ച RM - RF എന്നതാണ്. അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ വന്നതിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറയ്ക്കുമ്പോൾ ആ വ്യത്യാസം നാം ബീറ്റയാൽ ഗുണിക്കുന്നു. ഇത് റിസ്ക് ഫ്രീ റേറ്റിൽ ചേർത്താൽ നമ്മുടെ CAPM മോഡലിൽ നിന്ന് ബീറ്റ ലഭിക്കും. CAPM മോഡലിൽ നിന്ന് ഒരു ചോദ്യം തീർച്ചയായും വരാം. അതിനാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കണ്ടെത്താനാകും, അതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതായിരുന്നു മകനെ. ഇപ്പോൾ ഇത് നാം ആൽഫയെക്കുറിച്ച് സംസാരിക്കാം. കാണൂ, ആൽഫ വളരെ ലളിതമായ കാര്യമാണ്. ആൽഫയും ബെഞ്ച്മാർക്ക് സ്കീം റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം, അതായത് സ്കീം റിട്ടേൺ മൈനസ് ബെഞ്ച്മാർക്ക് റിട്ടേൺ. ഈ സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആൽഫ ലഭിക്കും. സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആൽഫ. ഉദാഹരണത്തിന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ 15% ആയിരുന്നു, ബെഞ്ച്മാർക്ക് 12% ആയിരുന്നു എങ്കിൽ ഇവിടെ നിങ്ങൾ 3% ആൽഫ് സൃഷ്ടിച്ചിട്ടുണ്ട്, അതായത് 3% പോസിറ്റീവ് ആൽഫ്. ഇത് ഒരു ഫണ്ട് മാനേജറുടെ കഴിവ് കാണിക്കുന്ന ഒരു രീതിയുമാണ്. അങ്ങനെ തന്നെ ബെഞ്ച്മാർക്കിനെ ഔട്ട്പെർഫോം ചെയ്യുക, അതാണ് ആൽഫ് സൃഷ്ടിക്കുന്ന വിധം. ഇപ്പോൾ നാം പോർട്ട്ഫോളിയോ റിട്ടേണിനെ കുറിച്ച് സംസാരിക്കാം. പോർട്ട്ഫോളിയോ റിട്ടേൺ എങ്ങനെ കണക്കാക്കണം എന്നതാണ് ഇനി നോക്കേണ്ടത്. ഈ ഉദാഹരണത്തിൽ സെക്യൂരിറ്റികൾ B, C, D എന്നിവയുടെ റിട്ടേണുകൾ 15%, 10%, 12% എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അവയുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ള വെയിറ്റുകളും നൽകിയിട്ടുണ്ട്. 20%, 20%, 30% എന്നിങ്ങനെയാണ്. വളരെ ലളിതമായ ഒരു കണക്കാണിത്. ഫോർമുല പോലും വേണ്ട, സിമ്പിൾ കാൽക്കുലേഷൻ മാത്രം. ഒരു മാർക്ക് വരുന്ന ചോദ്യമായിരിക്കും ഇത്.
Vukoin tenmir kevasende eyle tenir. Teyir deme tenir kevasende adili anyer. Teyir adede tenir kevasende adili anyer. Teyir ചേരാതെ tenir kevasende എങ്ങനെ tenir എങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഇത് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ 14.30% ആയിരിക്കും. ഓരോ സെക്യൂരിറ്റിയുടെയും ഭാരവും കണക്കാക്കി കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. ഇത് ഒരു ഉദാഹരണമാണ്, പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നാം റിസ്ക് മീഷറുകളെക്കുറിച്ച് സംസാരിക്കാം. റിസ്ക് മീഷറുകൾ എവയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ടോട്ടൽ റിസ്ക്, ഡൗൺസൈഡ് റിസ്ക്. നോക്കൂ, റിസ്ക് എന്നത് എന്താണ് എന്നതിൽ ഞാൻ പറയുമ്പോൾ നിക്ഷേപത്തിന് നഷ്ടം, കേടുപാട്, ഹാനി എന്നിവയുടെ സാധ്യതയാണ് റിസ്ക്. റിസ്കിൻ്റെ നിർവചനം ഇങ്ങനെ നൽകാം. ഇവിടെ റിസ്കിൻ്റെ കൂടുതൽ വ്യക്തമായ നിർവചനം എന്താകാം എന്ന് നോക്കാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നഷ്ടത്തിൻ്റെ സാധ്യതയോ മൈനസിലായോ കാണുമ്പോൾ അതാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എന്താണ് എന്നതിൻ്റെ അർത്ഥം ഇതാണ്. നാം നിക്ഷേപം നടത്തുമ്പോൾ നാം നിക്ഷേപിച്ച അമൗണ്ടും നിക്ഷേപിച്ച ക്യാപിറ്റലും മൈനസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് വ്യാഖ്യാനിക്കാവുന്നത് പ്രതീക്ഷിക്കുന്ന റിട്ടേണിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നതായും, അതായത് ആകെ റിട്ടേൺ പ്രതീക്ഷിച്ച റിട്ടേണിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടാകുന്നു എന്നതായും ആണ്. ഇത് ആകെ റിട്ടേണിൽ കാണുന്ന വ്യത്യാസം ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താം, അതായത് പ്രതീക്ഷിച്ച ഫലത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഭാഗം മാത്രം നോക്കുമ്പോൾ അതാണ് ഡൗൺസൈഡ് റിസ്ക്. അതായത് നമുക്ക് എത്രത്തോളം നഷ്ടത്തിലേക്ക് പോകാം എന്ന് മാത്രം നോക്കുമ്പോൾ അതാണ് ഡൗൺസൈഡ് റിസ്ക്. ഇപ്പോൾ നാം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്നത് ആകെ റിസ്ക് എങ്ങനെ അളക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നമുക്ക് എന്താണ് കാണിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ റിട്ടേണുകളുടെ ശരാശരി റിട്ടേണിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെടുന്നു എന്നതിൻ്റെ അളവാണ്. ഉദാഹരണത്തിന്, ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഒന്നാം വർഷം 15% റിട്ടേൺ നൽകി, അടുത്ത വർഷം -15% നൽകി, അതിനുശേഷം മൂന്നാം വർഷം ഉദാഹരണത്തിന് 5% റിട്ടേൺ നൽകി. ഓവറോൾ ശരാശരി, അതായത് മീൻ 10 മുതൽ 12% വരെയാണ്. പക്ഷേ അതിൻ്റെ ഡിവിയേഷൻ അഥവാ ശരാശരി റിട്ടേണിൽ നിന്ന് എത്രത്തോളം മൈനസോ പ്ലസോ ആയി മാറുന്നു എന്നതാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. ഇതാണ് നമ്മെ അറിയിക്കുന്നത്, ഉയർന്ന സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഉണ്ടെങ്കിൽ ആ പ്രത്യേക പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൽ ഉയർന്ന റിസ്ക് ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നോക്കുന്നത്. ഏതെങ്കിലും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൻ്റെ റിസ്ക് എത്രയാണെന്ന്, അതിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എത്രയാണെന്ന്, അതിൽ ഏതിനാണ് കൂടുതൽ ഉയർന്നത് എന്നിങ്ങനെയാണ് വിലയിരുത്തുന്നത്. അതിനാൽ സാധാരണയായി നിങ്ങൾ 2 ഫണ്ടുകളെയോ 2 പോർട്ട്ഫോളിയോ സർവീസുകളെയോ താരതമ്യം ചെയ്യുമ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറവുള്ളതാണെന്ന് പറയാം. അതായത് സ്റ്റാൻഡേർഡ് ഡിവിയേഷനും വേരിയൻസും റിട്ടേണിൻ്റെ വ്യതിയാനത്തിൻ്റെ അളവുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്നത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. വേരിയൻസ് വരുമെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല. വേരിയൻസ് നമുക്ക് മൊത്തത്തിലുള്ള റിസ്ക് എത്രയാണെന്ന് കാണിക്കുന്നു. എന്നാൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഗണിതശാസ്ത്രപരമായി വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഇപ്പോൾ നാം റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് കുറിച്ച് സംസാരിക്കാം. റിസ്ക് പെർഫോമൻസ് വിലയിരുത്താൻ ചില റേഷ്യോകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വരുന്നത് ഷാർപ്പ് റേഷ്യോ ആണ്. നോക്കൂ, ഷാർപ്പ് റേഷ്യോ വളരെ എളുപ്പമാണ്. ആദ്യം ഫോർമുല പറയാം, പിന്നെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കാം. RP - RF / സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ. RP എന്നത് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ, അതിൽ നിന്ന് റിസ്ക് ഫ്രീ റിട്ടേൺ കുറയ്ക്കുക, പിന്നെ അതിനെ സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ വിഭജിക്കുക. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളത്. സാധാരണയായി ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ എളുപ്പമായ ഫോർമുലയാണ്. പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ ഡേറ്റ്, അതിനെ സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ വിഭജിക്കുക. ഉദാഹരണത്തിന്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൽ നിങ്ങൾക്ക് മൊത്തം ലഭിച്ച റിട്ടേൺ 15% കരുതുക. അതിൽ റിസ്ക് ഫ്രീ ഡേറ്റ് അവർ 8% നൽകിയിട്ടുണ്ട്. അതായത് 15 - 8, അതായത് നിങ്ങളുടെ 7%. അതിനെ സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ വിഭജിക്കുക. ഉദാഹരണത്തിന്, സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ 2 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ 3% നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അതിൽ വിഭജിക്കുക. ഡിഫറൻസിനെ അതിൽ വിഭജിച്ചാൽ അതാണ് നിങ്ങളുടെ ഷാർപ്പി അനുപാതം എന്ന് പറയുന്നത്. ഉയർന്ന ഷാർപ്പി അനുപാതം എങ്കിൽ അത്രയേറെ നല്ലത്, അതായത് മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് പെർ. ഒരു ഫണ്ട് മാനേജർ റിസ്ക് ഫ്രീ ആസ്തിയിൽ പണം നിക്ഷേപിച്ച് റിസ്ക് ഫ്രീ റിട്ടേൺ നേടാൻ കഴിയും. എന്നാൽ അതിനു പുറമെ അവൻ കൂടുതൽ ലാഭം നേടാൻ വേണ്ടി ഇക്വിറ്റികളിൽ നിക്ഷേപിച്ച പണത്തിൽ നിന്നുള്ള അധിക റിട്ടേണിന് വേണ്ടി ഓരോ റിസ്ക് യൂണിറ്റിനും എത്ര റിട്ടേൺ ലഭിച്ചു എന്നതാണ് ഷാർപ്പി അനുപാതം കാണിക്കുന്നത്. കുറവ് റിസ്ക് എടുത്ത് കൂടുതൽ റിട്ടേൺ ലഭിച്ചോ, കൂടുതലായ റിസ്ക് എടുത്ത് കൂടുതൽ റിട്ടേൺ ലഭിച്ചോ, അല്ലെങ്കിൽ സാധാരണ റിസ്ക് എടുത്ത് സാധാരണ റിട്ടേൺ ലഭിച്ചോ എന്നതാണിത് വ്യക്തമാക്കുന്നത്. അതിനാൽ ഷാർപ്പി റേഷ്യോ ഇതാണ് കാണിക്കുന്നത്. അതിനാൽ നാം എക്സ്ട്രാ റിട്ടേൺ, അതായത് റിസ്ക് പീരിയഡിൽ ലഭിച്ച അധിക റിട്ടേൺ, അതിൽ നിന്ന് മൈനസ് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, അതായത് റിസ്ക് കാണിക്കുന്നത്, അതിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംഖ്യയാണ് ഷാർപ്പി റേഷ്യോ എന്ന് വിളിക്കുന്നത്. കൂടുതൽ ഷാർപ്പി റേഷ്യോ ഉള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുകയാണ് മക്കളെ. രണ്ടാമതായി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്കിൽസ് തിരഞ്ഞെടുക്കുകയാണ്. അതിനാൽ ഏറ്റവും ഉയർന്ന ഷാർപ്പി റേഷ്യോ ഉള്ളതിനെ നാം തിരഞ്ഞെടുക്കും. ട്രെയിനർ റേഷ്യോയുടെ ഫോർമുലയും ഷാർപ്പി റേഷ്യോയുടെ അതേ ഫോർമുലയാണ്, പക്ഷേ ഇതിൽ താഴെ ബീറ്റ വരും. അതായത് ഇവിടെ നാം ബീറ്റ മാത്രം ഇടും, അതാണ്. അല്ലാതെ മറ്റേതെങ്കിലും റിട്ടേൺ ഇല്ല. പോർട്ട്ഫോളിയോയുടെ എക്സസ് റിട്ടേൺ ബീറ്റയിൽ വിഭജിച്ചാൽ അതാണ് ട്രെയിനർ റേഷ്യോ.
അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഓരോ യൂണിറ്റ് സിസ്റ്റമാറ്റിക് റിസ്കിനും ഫണ്ട് എത്ര ശതമാനം എക്സസ് റിട്ടേൺ ഉണ്ടാക്കുന്നു എന്നതാണ്. അതിനാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഉപയോഗിച്ചാണ് ട്രെയിനർ റേഷ്യോ നമ്മെ എപ്പോഴും അറിയിക്കുന്നത്. ഇപ്പോൾ സോർട്ടിനോ റേഷ്യോയെക്കുറിച്ച് സംസാരിക്കാം. ഇതും വളരെ നല്ലൊരു റേഷ്യോയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകളിൽ ഉപയോഗിക്കുന്നത്. വരാം മനസ്സിലാക്കാം. സോർട്ടിനോ റേഷ്യോ കണക്കാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ പോർട്ട്ഫോളിയോയുടെ അധിക റിട്ടേൺസ് നമുക്ക് പോർട്ട്ഫോളിയോയുടെ സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ വിഭജിക്കണം. ഷാർപ്പ് റേഷ്യോയിൽ നമ്മൾ താഴെ വെച്ചിരുന്നത് വെറും സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ഉപയോഗിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ എങ്ങനെയാണ്. സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ എന്നത് സ്റ്റോക്കുകളുടെ ഡെവിയേഷനാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ നിന്ന് മൈനസിലേക്കുള്ള താഴേക്ക് പോകുന്ന ഡെവിയേഷനാണ്. അപ്പോൾ ഫോർമുല വീണ്ടും വളരെ നല്ലതാണ്, വളരെ എളുപ്പമാണ്. -7 ഡിവൈഡ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോയുടെയും സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ. ഈ 3 കാര്യങ്ങളും എഴുതിയിരിക്കും. നിങ്ങൾ വളരെ നന്നായി വിശദീകരിക്കാം. ഷാർപ്പ് അഥവാ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ റേഷ്യോ, ഹൈ ലെവൽ കോറ്റിനോ റേഷ്യോ ഇത് സൂചിപ്പിക്കുന്നത് സുപ്പീരിയർ ആണെന്ന്. വീണ്ടും ഹൈ കോറ്റിനോ റേഷ്യോ പ്രിഫർ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നാം ഇൻഫർമേഷൻ റേഷ്യോയെക്കുറിച്ച് സംസാരിക്കാം. വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോയാണ് ഇത്. പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നതും ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളതുമാണ്. നമുക്ക് മനസ്സിലാക്കാം ഇൻഫർമേഷൻ റേഷ്യോ എന്താണ് എന്ന്. അപ്പോൾ ബാനി ജബ്ദർ നോക്കൂ. നിങ്ങൾക്ക് നിർണ്ണയിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു ഗേത് കബറിൻ സൃഷ്ടിച്ച ത്രിതഡ് എവന്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഡനിത ജഡയുടെ ഇർമക്കറിനേക്കാൾ കൂടുതലാണ്. അതായത് ഗേത് ഖബറിൻ സൃഷ്ടിച്ച ആ ധവനെ അവൻ്റെ കഴിവ് കൊണ്ടാണോ അല്ലെങ്കിൽ അത് വെറുതെ ഭാഗ്യവശാൽ സംഭവിച്ചതാണോ എന്നതാണ് അറിയേണ്ടത്. ഗേത് ഖബറിതമാർ പലപ്പോഴും അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഹരികാത്ര എതിർത്ത് നമുക്ക് അതാണ് വ്യക്തമാക്കുന്നത്. ധനനിരത ജദ്രീത എന്നത് കഴിവ് കൊണ്ടാണോ അല്ലെങ്കിൽ ഭാഗ്യവശാൽ സംഭവിച്ചതാണോ എന്നതാണ് കാണിക്കുന്നത്. നാം ഘടരിത എതിർ അല്ലെങ്കിൽ ജന്തേത ജന്തർ കണക്കാക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. അതായത് എഡഗ്രയുടെ ജഡേതൽ നിന്ന് യുർമേഖ്തന്റെ ജഡേല കുറയ്ക്കുക. പിന്നെ എഡഗ്രയുടെ ജഡേതനും യുർമേഖ്തന്റെ ജോഡേതനും ഇടയിലെ വ്യത്യാസത്തിന്റെ അൾഗാറ്ററിൽ ഹത്ഫ് ചെയ്യുക. അതായത് രണ്ടിൻ്റെയും ജഡേന കണക്കാക്കി തെരയുടെ ജഡേതൽ നിന്ന് യുർമേഖ്തന്റെ ജഡേന കുറയ്ക്കുക. പിന്നെ ആ വ്യത്യാസം ഡെഡ്രഗ അൾഗാറ്ററിൽ ഹത്ഫ് ചെയ്യുക. അതാണ് എഡ്രീത എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നാം തെളിയിക്കുന്നത് എനവേറ്ററും ജോമേക്കറ്ററും കുറിച്ച് സംസാരിക്കാം. ചെറിയ വിശദീകരണം നോക്കാം. നമുക്ക് നോക്കാം. പ്രകടനം അളന്നതിന് ശേഷം പ്രകടനം അളക്കുക മാത്രമല്ല, അടുത്ത ഘട്ടം അതിനെ അനുയോജ്യമായ ബെഞ്ച് മാർക്കുമായി താരതമ്യപ്പെടുത്തുക എന്നതാണ്. അതായത് നമുക്ക് ഇത് അനുയോജ്യമായ ബെഞ്ച് മാർക്കും സമാനമായ പോർട്ട്ഫോളിയോകളും ഉപയോഗിച്ച് മൂല്യനിർണ്ണയം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ആപ്പിൾ ടു ആപ്പിൾ താരതമ്യം വേണം. പ്രകടന മൂല്യനിർണ്ണയം നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പോർട്ട്ഫോളിയോ മാനേജർ പോർട്ട്ഫോളിയോയുടെ മൂല്യം പാസീവ് ഇൻഡെക്സ് സ്ട്രാറ്റജിയിൽ നിന്ന് ലഭിക്കാവുന്നതിലുപരി ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. ലളിതമായി പറഞ്ഞാൽ, ഒരു നിക്ഷേപകൻ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഇൻഡെക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കണം, അല്ലെങ്കിൽ അവൻ നേരിട്ട് പാസീവ് സ്ട്രാറ്റജിയിൽ നിക്ഷേപിച്ച് അതേ ലാഭം നേടാം. അതുകൊണ്ടാണ് ഫണ്ട് മാനേജർ ഒരു വിധത്തിൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ നിക്ഷേപകൻ നേടിക്കൊടുക്കേണ്ടത്. അതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു നിക്ഷേപകൻ പൂർണ്ണമായ മാനേജ്മെൻറ്റ് സേവനങ്ങൾ വാങ്ങുമ്പോൾ. ഇപ്പോൾ നാം ബെഞ്ച്മാർക്കിങ്ങിനുള്ള ഇൻഡൈസുകളുടെ സ്വഭാവഗുണങ്ങൾ നോക്കാം. അതിനാൽ ബെഞ്ച്മാർക്കിങ്ങിനായി നമുക്ക് ചില സ്വഭാവഗുണങ്ങൾ ആവശ്യമുണ്ട്. ഇൻഡെക്സ് സംബന്ധിച്ച ഏത് സ്വഭാവഗുണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നല്ല ബെഞ്ച്മാർക്ക് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നവയാണ് ഒരു നല്ല ബെഞ്ച്മാർക്ക് എങ്ങനെയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണം. ബെഞ്ച്മാർക്കിലെ ഘടകങ്ങളുടെ ഐഡന്റിറ്റി, അവയുടെ ഭാരങ്ങൾ എന്നിവ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കണം. ഏത് ഘടകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അവയുടെ ഭാരങ്ങൾ എന്താണ് എന്നതെല്ലാം ലളിതമായ രീതിയിൽ ബെഞ്ച്മാർക്കിൽ വ്യക്തമാകണം. ബെഞ്ച്മാർക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിൽ ആകേണ്ടതാണ്. അതിനാൽ അതേ ബെഞ്ച്മാർക്കിൽ പാസീവ് എക്സ്പോഷർ എടുക്കാൻ ഒരു വിധത്തിൽ സാധ്യമായിരിക്കണം. അതായത് നിങ്ങളുടെ പണവും അതിൽ എക്സ്പോഷർ എടുക്കാൻ കഴിയണം. ബെഞ്ച്മാർക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സമീപനത്തോടൊപ്പം സ്ഥിരതയുള്ളതായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ സമീപനം ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനാണെങ്കിൽ ബെഞ്ച്മാർക്കും അതുപോലെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ തന്നെ സ്ഥിരതയുള്ളതായിരിക്കണം. ബെഞ്ച്മാർക്കിന് പോർട്ട്ഫോളിയോയുടെയും അതിൻ്റെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലിൻ്റെയും സമാനതയുണ്ടായിരിക്കണം. കൂടാതെ ബെഞ്ച്മാർക്കിൻ്റെ പ്രകടനം അളക്കാവുന്നതായിരിക്കണം. ഈ കാര്യങ്ങൾ ഒരു നല്ല ബെഞ്ച്മാർക്കിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ബെഞ്ച്മാർക്കും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഇൻഡൈസുകൾ നല്ല ബെഞ്ച്മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാറില്ല. മാർക്കറ്റിൽ ചില ബെഞ്ച്മാർക്കുകൾ ഉണ്ട്, ഉദാഹരണത്തിന് NSE, സെൻസെക്സ് എന്നിവ. എന്നാൽ ചില പോർട്ട്ഫോളിയോകളിൽ അവ അനുയോജ്യമല്ല. എങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി സ്റ്റൈൽ അടിസ്ഥാനമാക്കി നാം നമ്മുടെ സ്വന്തം ഒരു കസ്റ്റമൈസ്ഡ് ബെഞ്ച്മാർക്കും ഉണ്ടാക്കാൻ കഴിയും. അതിനുശേഷം പോർട്ട്ഫോളിയോ മാനേജർ ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിവേഴ്സിൽ നിന്ന് ഏറ്റവും ആകർഷകമായ സെക്യൂരിറ്റികൾ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ അഡ്വാൻറ്റേജിൻ്റെ ഒരു ബെഞ്ച്മാർക്ക് ചെയ്ത ആവശ്യകത, അതായത് സെബി നിർദ്ദേശിച്ച ബാലൻസ്ഡ് ബെഞ്ച്മാർക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിൻ്റെ ദോഷം എന്തെന്നാൽ ഈ ബെഞ്ച്മാർക്കുകൾ നിർമ്മിക്കുന്നതിൻ്റെ ചെലവ് കൂടുതലായിരിക്കും. മാർക്കറ്റ് ബേസ്ഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് അധിക ഫീസ് നൽകേണ്ടി വരും.
ഇപ്പോൾ നമുക്ക് നോക്കാം ഇൻവെസ്റ്റർക്ക് പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് കാണിക്കേണ്ടത്, എങ്ങനെ കാണിക്കണം എന്ന്. സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻ പറയുന്നു ഇൻവെസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ ഇവയാണ്. അതിനാൽ ഈ എല്ലാ പാരാമീറ്ററുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ നോക്കൂ, ഇതാ എല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. 2 ഘടനകൾ: പോർട്ട്ഫോളിയോയുടെ മൂല്യവും സെക്യൂരിറ്റികളുടെ വിവരണവും. സെക്യൂരിറ്റികളുടെ എണ്ണം, സെക്യൂരിറ്റികളുടെ മൂല്യം, പോർട്ട്ഫോളിയോയിൽ ഉള്ള യൂണിറ്റുകൾ, സാധനങ്ങളുടെ മൂല്യം എല്ലാം വരും. റിപ്പോർട്ടിംഗ് കാലയളവിൽ നടന്ന ട്രാൻസാക്ഷനുകൾ, ട്രാൻസാക്ഷന്റെ തീയതി ഉൾപ്പെടെ, വാങ്ങലിന്റെയും വിൽപ്പനയുടെയും വിശദാംശങ്ങൾ, ആ കാലയളവിൽ ലഭിച്ച പലിശയോ ഡിവിഡൻഡോ ബോണസ് ഷെയറുകളോ റൈറ്റ്സ് ഇഷ്യൂവോ ഇവയൊക്കെ കൂടി റിപ്പോർട്ടിൽ വരും. പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ക്ലയന്റിന്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതിനായി വന്ന ചെലവുകൾ ഇവിടെയും വരും. പോർട്ട്ഫോളിയോ മാനേജർ എടുത്ത റിസ്കിന്റെ വിശദാംശങ്ങളും റിക്കമെൻഡ് ചെയ്ത പോർട്ട്ഫോളിയോ മാനേജറിൽ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും ഇതിൽ ഉൾപ്പെടും. കൂപ്പണുകളുടെ പേയ്മെന്റിൽ ഡിഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും, ക്യാപിറ്റൽ ഡിപ്ലോയ്മെന്റിൽ ഡിഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ വരും. ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് നൽകിയ കമ്മീഷന്റെ വിശദാംശങ്ങളും ഇതിൽ വരും. ഈ എല്ലാ കാര്യങ്ങളും പെർഫോമൻസ് റിപ്പോർട്ടിംഗിൽ ഉൾപ്പെടും. നിക്ഷേപകനോട് ഇത് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നാം ജിപ്സ് എന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് സംസാരിക്കാം. അതെന്താണെന്ന് നോക്കാം. ജിപ്സ് നിക്ഷേപ സമൂഹത്തിന് നിക്ഷേപ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അവരുടെ പെർഫോമൻസ് ഫലങ്ങൾ ഭാവി ക്ലയന്റുകൾക്ക് അവതരിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട എഥിക്കൽ സ്റ്റാൻഡേർഡുകളുടെ ഒരു സെറ്റ് നൽകുന്നു. ഇത് ഒരു അന്താരാഷ്ട്ര നിക്ഷേപ സമൂഹമാണ്. വളരെ എഥിക്കൽ സ്റ്റാൻഡേർഡുകളാണ് ഇവ, അതായത് വളരെ നൈതികതയുള്ളതാണ്. ഇതിൽ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന് എങ്ങനെ തന്റെ പെർഫോമൻസ് ഭാവി ക്ലയന്റുകൾക്ക് കാണിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ജിപ്സ് അഡ്വർടൈസ്മെന്റിന് ചില ഗൈഡ് ലൈൻസുകൾ ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ അഡ്വർടൈസ്മെന്റുകളിൽ കംപ്ലയൻസ് ക്ലെയിം ഉൾപ്പെടുന്നവയിൽ താഴെ പറയുന്നവ ഉൾപ്പെടണം. സ്ഥാപനത്തിന്റെ വിവരണം വരണം. ആർക്കും ആ വിവരങ്ങൾ എങ്ങനെ ലഭിക്കാമെന്ന് വ്യക്തമാക്കണം. ജിപ്സ് ആവശ്യകതകളോടുള്ള കംപ്ലയൻസ് അവതരിപ്പിക്കണം. ജിപ്സ് അഡ്വർടൈസിംഗ് ഗൈഡ് ലൈൻസ്. കംപ്ലയൻസ് സ്റ്റേറ്റ്മെന്റ്, പരസ്യപ്പെടുത്തുന്ന സ്ട്രാറ്റജിയുടെ വിവരണം. കമ്പോസിറ്റ് പെർഫോമൻസ് ഫലങ്ങൾ ഉൾപ്പെടുന്ന പീരിയഡ് ടു ഡേറ്റ്, കമ്പോസിറ്റ് ഫലങ്ങൾ, മുഴുവൻ സമയ പീരിയഡിന്റെ ഫലങ്ങൾ എന്നിവയും വരണം. അതായത് ആദ്യ 3 വർഷവും 5 വർഷവും വാർഷിക കമ്പോസിറ്റ് പെർഫോമൻസ് റിട്ടേൺസ്, പീരിയഡിന്റെ അവസാനം തീയതി വ്യക്തമാക്കണം. കുറച്ചു വർഷം മാത്രമുള്ളവയിൽ 5 വർഷത്തെ വാർഷിക കമ്പോസിറ്റ് പെർഫോമൻസ് റിട്ടേൺസ് വരണം. അതായത് വാർഷിക റിട്ടേൺസ് അതേ കാലയളവിൽ കണക്കാക്കണം. 7ാമത്, കാണിക്കുന്ന പെർഫോമൻസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫീസ് മുൻകൂട്ടി കുറച്ചതാണോ അല്ലയോ എന്ന് വ്യക്തമാക്കണം. അനുയോജ്യമായ കമ്പോസിറ്റ് ബെഞ്ച് മാർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് കാണിക്കണം. പെർഫോമൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച കറൻസി വ്യക്തമാക്കണം. ലിവറേജ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഡെറിവേറ്റീവ്സ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലിവറേജ് പൊസിഷൻ ഉണ്ടെങ്കിൽ അതും വ്യക്തമാക്കണം. അപ്പോൾ ഗൈസ്, ഈ അധ്യായത്തിൽ നിന്നുള്ളത് ഇത്രയേറെയാണ്. ഇനി നാം ചില ചോദ്യങ്ങൾ നോക്കാം. പെർഫോമൻസ് അളക്കാനുള്ള പ്രധാന മാർഗങ്ങൾ, അതായത് പോർട്ട്ഫോളിയോയുടെ റിസ്ക് പ്രീമിയം പോർട്ട്ഫോളിയോയുടെ ബീറ്റയാൽ വിഭജിക്കുന്നത്, ഷാർപ്പ്, ജെൻസൺ, ഫാമ, ട്രൈനർ റേഷ്യോ എന്നിവ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോയുടെ ബീറ്റയാൽ വിഭജിക്കുന്നത് ട്രൈനർ റേഷ്യോയിലാണ്. അതാണ് ട്രൈനർ മെഷർ. ഷാർപ്പിൽ താഴെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ വരും. ഈ 3 സ്റ്റോക്കുകളുടെ പോർട്ട്ഫോളിയോയുടെ പ്രതീക്ഷിച്ച റിട്ടേൺ എങ്ങനെ കണക്കാക്കാം എന്ന് നാം വളരെ നല്ല ഉദാഹരണത്തിലൂടെ പഠിച്ചിരുന്നു. പോർട്ട്ഫോളിയോയുടെ വെറ്റുകൾ പ്രതീക്ഷിച്ച റിട്ടേണിൽ ഗുണിച്ചാൽ കിട്ടും 0.250, 0.12, 500, 0.10, 0.20, ഉത്തരം 12%. അതിനാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാം. ചോദ്യ നമ്പർ 3, ഷാർപ്പിന്റെ പെർഫോമൻസ് മെഷർ പോർട്ട്ഫോളിയോയുടെ റിസ്ക് പ്രീമിയം സ്റ്റാൻഡേർഡ് ഡിവിയേഷനാൽ വിഭജിക്കുകയാണ്. വേരിയൻസ്, സ്ലോപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ അല്ലെങ്കിൽ റിസ്ക് പീരിയഡ് എന്നിവയല്ല. അതിനാൽ വളരെ എളുപ്പമാണ്. ഷാർപ്പ് റേഷ്യോ ഞാൻ പറഞ്ഞതുപോലെ ലൂ മൈനസ് റിഫ് വിഭജിച്ച സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. അതിനാൽ ഉത്തരം പോർട്ട്ഫോളിയോയുടെ റിട്ടേണിന്റെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ്. ഇൻഫർമേഷൻ റേഷ്യോയുടെ പോർട്ട്ഫോളിയോ പെർഫോമൻസ് മെഷർ എന്താണ്? ഇൻഫർമേഷൻ റേഷ്യോ എങ്ങനെ പ്രവർത്തിക്കുന്നു? പോർട്ട്ഫോളിയോയുടെ റിസ്ക് ബെഞ്ച്മാർക്ക് റിസ്കുമായി താരതമ്യം ചെയ്യുന്നു. പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് പ്രതീക്ഷിച്ച റിട്ടേണുമായി താരതമ്യം ചെയ്യുന്നു. നെറ്റ് പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഓരോ റിസ്ക് യൂണിറ്റിനും അടിസ്ഥാനമാക്കി ശരാശരി വ്യത്യാസ റിട്ടേൺ ഓരോ വ്യത്യാസ റിട്ടേണിന്റെ വേരിയബിലിറ്റിയിലും കണക്കാക്കുന്നു. അതിനാൽ ഉത്തരം എവ ആണ്. അതിനാൽ ഗൈസ്, വളരെ നന്ദി. വീഡിയോയിൽ തുടർന്നിരിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതായത് അധ്യായം നമ്പർ 10, ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാക്കി ഞങ്ങളുടെ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ലഭിക്കും. വെദർ സീരീസ് 5ന്റെ ലിങ്കും അവിടെ ലഭിക്കും. കൂടാതെ എത്ത് സീരീസ് 21ന്റെ ബാക്കി അധ്യായങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോകാം. വളരെ നന്ദി.